മരണത്തെ മുന്നിൽ കണ്ടു. മരണത്തിൻ്റെ പടിവാതിക്കൽ നിന്ന് തിരിച്ചു വന്നു. NDE അഥവാ നിയർ ഡെത്ത് എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നവർ പറയുന്ന വാചകങ്ങളാണിവ. ഇരുണ്ട ഒരു ടണലിലൂടെ നടന്നു എന്നും പ്രകാശം നിറഞ്ഞ പ്രദേശത്ത് ചെന്നെത്തപ്പെട്ടു എന്നും ശാന്തമായ നേർമയായി ചൂടുള്ള ഒരു അനുഭൂതി ഉണ്ടായി എന്നുമെല്ലാമാണ് ഇവർ ഈ ഒരു അനുഭവത്തെക്കുറിച്ച് നൽകുന്ന വിശദീകരണങ്ങൾ. എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം? മരണത്തിന് തൊട്ടു മുമ്പ് ഇവർ കണ്ടു എന്ന് പറയുന്ന ഈ പ്രകാശം എവിടെ നിന്ന് വരുന്നതാകും? വെൽക്കം ടു മോഷൻ ബുക്സ്. ഇറ്റ്സ് ഇൻഫോർട്ടൻറ്റ്. എന്തെങ്കിലും അസുഖം ബാധിച്ചോ അല്ലെങ്കിൽ അപകടം സംഭവിച്ചോ അതുമല്ലെങ്കിൽ ഹൃദയാഘാതം മൂലമോ ആളുകൾക്ക് മരണം സംഭവിക്കുകയും പിന്നീട് മെഡിക്കൽ സയൻസിനെ പോലും അതിശയപ്പെടുത്തുന്ന തരത്തിൽ ജീവിതത്തിലേക്ക് ഇവർ തിരിച്ചു വരികയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സമയം, അതായത് രോഗികൾക്ക് മരണം നടക്കുന്ന സമയം അല്ലെങ്കിൽ അവർ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയം സെക്കൻഡുകളോ മിനിറ്റുകളോ അല്ലെങ്കിൽ മണിക്കൂറുകളോ നീണ്ടു നിൽക്കുന്നതാകാം. ഈ ഒരു NDE സ്റ്റേറ്റിൽ അഥവാ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സ്റ്റേറ്റിൽ കൂടി കടന്നു പോകുന്ന ഭൂരിഭാഗം ആളുകളും തരുന്ന വിശദീകരണം ഒത്തിരി സാമ്യങ്ങളുള്ളതാകാം. വളരെ വാംതായ ശാന്തമായ ഇരുണ്ട ഒരു ടണലിലൂടെ നടന്നോ അല്ലെങ്കിൽ പറന്നോ പ്രകാശപൂരിതമായ ഒരു പ്രദേശത്ത് എത്തുക, ഇങ്ങനെയാകും അവരുടെ വിശദീകരണം. ചിലർ ഈ ഒരു സമയത്തെ നിർവാണ അഥവാ സ്വർഗം അല്ലെങ്കിൽ മോക്ഷം എന്നൊക്കെ പറയുന്നു. ഉറക്കത്തിലായിരിക്കുന്ന ഒരാൾക്ക് REM എന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതായത് ഉറങ്ങുന്ന സമയത്ത് കണ്ണുകൾ ദ്രുതഗതിയിൽ ചലിക്കുന്ന റാപ്പിഡ് ഐ മൂവ്മെന്റ് ടൈം. ഈ ഒരു സമയത്താണ് നമുക്ക് സ്വപ്നങ്ങൾ സാധ്യമാകുന്നത്. ഉറക്കത്തിലും സജീവമായിരിക്കുന്ന തലച്ചോർ പലതരത്തിലുള്ള വിഷ്വൽസ് കാണിച്ചു തരിക, ചില ശബ്ദങ്ങൾ കേൾപ്പിക്കുക, ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൂടെയാണ് നമുക്ക് സ്വപ്നങ്ങൾ സാധ്യമാകുന്നത്. ചില കേസുകളിൽ ഉറങ്ങിയതിന് തൊട്ട് പിന്നാലെയോ അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുന്നേയോ നാം സ്വപ്നം കാണും. ഇതിനെയാണ് REM ഇൻട്രൂഷൻ എന്ന് പറയുന്നത്. അതായത് ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുന്ന അവസ്ഥ. ഈ ഒരു സമയത്ത് തലച്ചോർ നമ്മുടെ സ്പൈനൽ കോഡിന് ശരീരത്തെ ചലനമറ്റതാക്കി വയ്ക്കാനുള്ള സിഗ്നൽ നൽകുന്നു. ഇതേ തുടർന്ന് REM സ്ലീപ്പിൽ നിന്ന് നമ്മൾ ഉറക്കം എഴുന്നേൽക്കാൻ തയ്യാറായാലും കണ്ണുകൾ തുറക്കാനോ കൈകൾ ചലിപ്പിക്കാനോ നമുക്ക് കഴിയാതെ വരും. ഈ ഒരു സമയത്തും നമുക്ക് വിഷ്വൽ ഹാലുസിനേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഡെത്ത് ലൈഫിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ എന്തിനാണ് നമ്മൾ സ്വപ്നത്തെക്കുറിച്ചും REM ഇൻട്രൂഷനെ കുറിച്ചും പറയുന്നത്? 5ാമത് യൂണിവേഴ്സിറ്റി അക്കാദമി ഓഫ് ന്യൂറോളജി കോൺഗ്രസിൽ ലോകത്തെ പല ഭാഗത്തു നിന്നും ഒത്തിരി യൂണിവേഴ്സിറ്റികൾ പങ്കെടുത്തിരുന്നു. അതിൽ ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോളജിസ്റ്റായ ഡാനിയൽ കോൺസിയല്ല അവതരിപ്പിച്ച പഠന റിപ്പോർട്ട് പ്രകാരം REM ഇൻട്രൂഷനും നിയർ ഡെത്ത് എക്സ്പീരിയൻസും തമ്മിൽ ബന്ധമുണ്ട്. REM ഇൻട്രൂഷൻ നടക്കുന്ന അവസ്ഥയിൽ ശരീരം ഉണരുന്നതിന് മുന്നേ മനസ്സുണരുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സിൽ സാധാരണയേക്കാൾ കൂടുതൽ ഹാലുസിനേഷൻസ് ഉണ്ടാകും. REM ഇൻട്രൂഷൻ നടക്കുന്നത് ബ്രെയിൻ സ്റ്റെമിലായതുകൊണ്ട് തന്നെ ശരീരത്തിലെ മറ്റു പ്രധാന അവയവങ്ങൾ പ്രവർത്തനരഹിതമായാലും ജീവൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി തലച്ചോർ വളരെയധികം സമ്മർദ്ദത്തിലാകുന്നു. ഈ ഒരു മെൻ്റൽ ട്രോമയിൽ നമ്മുടെ സെൻസറി ആക്ടിവിറ്റീസ് എല്ലാം കൂടിക്കൊഴിഞ്ഞ അവസ്ഥയിലാവുകയും തലച്ചോറിലെ വിഷ്വൽ കോർട്ടെക്സിൽ ഇൻഫർമേഷൻസ് ഓവർലോഡ് ആവുകയും ചെയ്യുന്നു. എല്ലാ കാഴ്ചകളും കൂടി കൂടിക്കലർന്നു വരുന്നതിൻ്റെ ഫലമായി ഒരു കറുത്ത തുരങ്കം പോലെയും പിന്നീട് എല്ലാ കളറുകളും കൂടിച്ചേർന്ന് നമുക്ക് വെള്ള കളർ കിട്ടുന്നത് പോലെ വളരെ ബ്രൈറ്റായ വെള്ളപ്രകാശവും കാണുന്നു. ഇതിൻ്റെ തുടർച്ചയായി തലച്ചോർ ഹാപ്പി ഹോർമോൺസ് എന്ന എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. തൽഫലമായി നമുക്ക് വല്ലാത്ത ഒരു ശാന്തതയും സമാധാനവും ഫീൽ ചെയ്യും. നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് തലച്ചോറാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇങ്ങനെയുള്ള ഈ തലച്ചോറിൽ ഉണ്ടാകുന്ന ഈ ഇറഗുലാരിറ്റീസും ട്രോമയും പോരാത്തതിന് ശരീരത്തെ മൊത്തമായി കുഴയ്ക്കുന്ന ഓക്സിജന്റെ ലഭ്യതക്കുറവും നമ്മുടെ ശരീരത്തെ നമ്മിൽ നിന്ന് വേർപെടുത്തുന്ന പോലെ ഒരു അനുഭൂതി ഉണ്ടാക്കുന്നു. എലികളിൽ നടത്തിയ ചില പരീക്ഷണങ്ങളിൽ നിന്നും ഈ ഊഹാപോഹങ്ങൾക്ക് ഏകദേശ ധാരണ ഉണ്ടാകുന്നു. ഈ എലികൾക്ക് കാർഡിയാക് അറസ്റ്റ് അഥവാ ഹൃദയാഘാതം വന്നതിന് ശേഷം നടത്തിയ നിരീക്ഷണത്തിൽ തലച്ചോറിലെ ന്യൂറൽ ആക്ടിവിറ്റിയിൽ കാര്യമായ വർധനവ് ഉണ്ടായതായി കണ്ടു. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തേക്കാൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. ഉറങ്ങുന്ന സമയത്തേക്കാൾ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്.
അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്നതിന് മുൻപുള്ള തലച്ചോറിന്റെ കഠിന പ്രയത്നത്തിന്റെ ബാക്കി പത്രമാണ് മരണത്തിന് തൊട്ടു മുൻപ് കാണാൻ കഴിയുന്ന പ്രകാശവും പറക്കുന്ന ഫീലിങ്ങും ശാന്തതയും. ഇതെല്ലാം NDE അഥവാ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആണ്. അതായത് മരണത്തിന് സമീപം നിൽക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അനുഭവങ്ങൾ, അല്ലാതെ ആഫ്റ്റർ ഡെത്ത് എക്സ്പീരിയൻസ് അല്ല. പലരുടെയും കൾച്ചറും വിശ്വാസങ്ങളും രീതികളും മനോവിചാരങ്ങളും അനുസരിച്ച് മറ്റു പല ദൃശ്യങ്ങളും പലർക്കും ഉണ്ടായേക്കാം. ഉണർന്നിരിക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും പലതരം ചിന്തകൾ മെനഞ്ഞുകൂട്ടി കാട് കയറാൻ കഴിവുള്ള മനസ്സും തലച്ചോറും ചേർന്നാണ് നമ്മളെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണിക്കുന്നത് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. പലരുടെയും യുക്തിക്കനുസരിച്ച് ഇതിൻ്റെ വിശദീകരണങ്ങളിലും ഭിന്നത വരാം. ഇതുപോലെയുള്ള കൗതുകകരമായ വിവരങ്ങളും വീഡിയോകളും കൂടുതലായി കാണുവാനും അറിയുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.